ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയായി അറബിക്കടലിനരികിലുള്ള കോവളം ഇൻ്റർനാഷണൽ ബീച്ചിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന കോവളം ബീച്ച് ലോകത്തിലെ തന്നെ അതിമനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് കോവളം ബീച്ച്. കോവളം എന്ന തീരദേശ പട്ടണത്തിന് ചുറ്റുമായി ധാരാളം ബീച്ചുകളും വിശ്രമ സങ്കേതങ്ങളും ഉണ്ട്. സീറാഫ് സ്വിമ്മിംഗ് ഈസ് ഫോർബിഡൻ. കടൽക്ഷോഭം നീന്തുന്നത് നിരോധിച്ചിരിക്കുന്നു. സീറാഫ് ആയതിനാൽ ഞങ്ങൾക്ക് കടലിൽ ഇറങ്ങാൻ സാധിച്ചില്ല. പലയിടത്തും കോഷൻ ബോർഡുകളും കയർ കെട്ടി തിരിക്കലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഏതായാലും റിസ്ക് എടുത്ത് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല. അടുത്തടുത്തായുള്ള 3 ക്രസൻറ്റ് ബീച്ചുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ കോവളത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. പടിഞ്ഞാറ് വശത്തുള്ള ഹവാ ബീച്ചും കിഴക്ക് വശത്തുള്ള സമുദ്ര ബീച്ചും. ഈ 2 ബീച്ചിന് നടുക്ക് ഒരു വലിയ ലൈറ്റ് ഹൗസും ഉണ്ട്. അതിമനോഹരമാണ് ഇവിടം. ലോക വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് നമ്മുടെ കോവളം. ഹവാ ബീച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അംബ്രല്ല റെൻ്റൽസും ഫുഡ് ഏരിയയും ഒക്കെ കുറച്ച് കാണാമെങ്കിലും സീസണിലെ പോലെ അത്രയ്ക്ക് ഇപ്പോൾ കാണാനില്ല. ക്രസൻ്റ് ആകൃതിയിലെ ബീച്ചാണ് ഇവിടെ. ഇവിടെ നിന്നാണ് ഫുട്പാത്ത് ആരംഭിക്കുന്നത്. ദൂരെ പാറക്കെട്ടുകളും ഒരു വ്യൂ പോയിന്റും കാണാം. ബീച്ച് ഇവിടെ തീരത്ത് ഈ പ്രകൃതിക്ഷോഭം ഉള്ളപ്പോൾ കരിമണൽ അടിഞ്ഞുകൂടാറുണ്ട്. സീസണിൽ നല്ല വെളുത്ത മണലാണ് ഇവിടെ എന്ന് നാട്ടുകാർ പറയുന്നു. പ്രകൃതിക്ഷോഭം ഉള്ളപ്പോഴാണ് ഇങ്ങനെ കരിമണൽ അടിഞ്ഞുകൂടുന്നത്. ബീച്ച് ഫേസ് ചെയ്ത് ധാരാളം കടകളും റെസ്റ്റോറൻറ്റുകളും ഇരിപ്പുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ സാധാരണ സീ ഫുഡാണ് ലഭിക്കുക. റെസ്റ്റോറൻറ്റുകളുടെ മുന്നിൽ ഫ്രഷ് മത്സ്യം വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അപ്പോൾ റെഡിയാക്കി തരും. ഇവിടെയുള്ള കടകളിൽ പ്രധാനമായും ക്ലോത്ത് ഐറ്റംസ്, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഓർണമെൻ്റൽ ഐറ്റംസ്, അതേപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്.
ഒരു വശത്ത് ഹവാ ബീച്ചും ഒരു വശത്ത് ലൈറ്റ് ഹൗസ് ബീച്ചും. ക്ലോത്ത് ഐറ്റംസ്, ഇപ്പുറത്തേക്ക് ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ചിലേക്കാണ് ഇത് പോകുന്നത് നമ്മൾ. എത്ര പ്രൗഢിയാണല്ലേ ലൈറ്റ് ഹൗസിന്. അപ്പുറത്ത് കാണുന്നതാണ് ഹവാ ബീച്ച്. ലൈറ്റ് ഹൗസ് ബീച്ച് ക്രസന്റ് ആകൃതിയിലുള്ള ബീച്ചുകളാണ്. ഇവിടെ നമുക്കൊരു പാറക്കെട്ട് കാണാം. ഒരു വ്യൂ പോയിന്റും ഉണ്ട്. സീസൺ അല്ലാത്തതിനാൽ വ്യൂ പോയിന്റിൽ കയറാൻ പറ്റിയില്ല. അവിടെ നിന്ന് നോക്കിയാൽ ലൈറ്റ് ഹൗസും അതുപോലെ ലൈറ്റ് ഹൗസ് ബീച്ചും ഹവാ ബീച്ചും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഫോട്ടോഷൂട്ടിനുള്ളൊരിടം കൂടിയാണ് കേട്ടോ ഇവിടെ. കമ്പിവേലി കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, ഡേഞ്ചറാണ്. ക്രസന്റ് ആകൃതിയിലുള്ള ബീച്ചിൽ ക്രസന്റ് ആകൃതിയിൽ തിരകൾ വരുന്നത് കണ്ടോ? എന്തൊരു ഭംഗിയാണല്ലേ. ഈ പാറക്കൂട്ടങ്ങൾക്ക് അപ്പുറത്ത് ലൈറ്റ് ഹൗസ് ബീച്ചും ഇപ്പുറത്ത് ഹൗവ ബീച്ചുമാണ്.
കടൽക്കാറ്റും കൊണ്ട് കൊച്ചു വർത്തമാനവും പറഞ്ഞ് ഫുട്പാത്തിലൂടെ നടക്കാൻ നല്ല രസമാണ്. നടന്നു തീർത്ത ദൂരം അറിയില്ല. ഹവാ ബീച്ചിൽ നിന്നും ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് നല്ല ദൂരമുണ്ട് ഫുട്പാത്തിന്. കോവളത്തെ സൂര്യാസ്തമയം കാണാൻ വളരെ മനോഹരമാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനാണ് വിനോദസഞ്ചാരികൾ പ്രധാനമായും ഇവിടെ എത്തിച്ചേരുന്നത്. മഴക്കാർ കാരണം ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. സൂര്യൻ മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വരുമ്പോൾ സീസൺ നോക്കി വന്നോളൂ കേട്ടോ. ഷോപ്പുകളിൽ ലൈറ്റ് തെളിഞ്ഞു, നമ്മുടെ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിഞ്ഞു. വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഡു ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.